സന്തോഷേ നിനക്ക് അല്ലേ? നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താ ഇവിടെ? ഇന്നുമുള്ള കല്യാണമാണ്. നീ എന്ത് സമ്മാനം കൊടുക്കാൻ പോന്നേ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശുക്കി നമ്പർ 1 അല്ലേ? നിന്റെ കാലം എങ്ങനെയുണ്ട്? അയ്യോ ഇപ്പോഴും ഉണ്ട് വേദന. പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലടി കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിരിക്ക്. ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നല്ലേ? ഒട്ടും കുഴലും നിറവറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിന് വേറെ ആരും ഇല്ല. എന്നാ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാണ് അവനൊരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ. അവരെ തനിച്ചു വിട്. അറുമുഖം, എനിക്കൊരു തുള്ളൂടെ വേണം. കാന്താരി നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ? நம்ம முத்துதான். முத்து வந்து കൂട്ടിക്കിട്ട് പോടാ. പയ്യൻ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு പിന്നാളിയാ. അല്ല എനിക്ക് തുള്ളി തരാന്നോട്ടെ. കുറിഞ്ഞു പൂത്ത് കണ്ടിട്ടുണ്ടോ ആരായപ്പ നീ? ഇല്ല, ഞാൻ വന്നേ പിന്നെ ഈ മലയിലൊന്നും. 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന മലകൾ. ആ പൂക്കൾ കാണാൻ മല കയറണ്ട. ഇപ്പൊ ആ പെണ്ണിന്റെ അവന്റെ കണ്ണി നോക്കിയാ മതി. കുറിഞ്ഞു പൂത്തത് ഇപ്പൊ അവിടെയാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. അതുകൊണ്ട് ഞാൻ പോവാ. ശുഭരാത്രി. இந்த கண்டிஷன்ல വണ്ടി ഓട്ടി പോണമാ? இந்த കണ്ടീഷനില് ഞാൻ വണ്ടി ഓട്ട മാട്ടെ. പിന്നെ വണ്ടി എന്നെ ഓട്ടും. അതാണ് എന്റെ ഗുട്ടൻസ്. ഈ മനുഷ്യനെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ரங்கண்ணன். எங்கிருந்தோ வந்த பொறுக்கி நாய நான் கொஞ்ச நாள் இல்லாத நேரத்தில் ஆட்டமா போடுறேன். நாட்டுக்கு ஒரு ராஜா தான் இருக்க முடியும். இங்க நான் தான் ராஜா. நான் ஆசைப்பட்ட பொருள் எனக்கு சொந்தம். ஆசைப்பட்ட பொண்ணு எனக்கு அடிமை. மாணிக்கா, இந்த தீக்குச்சி கீழே விழற நேரம் உன் சாவுக்கு அவ்வளவுதான் தூரம். ஆனா நான் அதை செய்யல. ஏன்னா
ரங்கண்ணனை நீ புரிஞ்சுக்கிட்டா போதும். நாளை விடியும் போது நீ இல்லாம இருக்கிறது உனக்கு நல்லது. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയാ? ആരാ? ഒരു മിസ്റ്റർ ചാക്കോച്ചൻ. അവൻ പഴനിന്നാണെന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി. ഈ ചങ്ങാഴെ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത്. നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും. അതൊന്നും കേട്ടിട്ട് എനിക്കിപ്പോ പോകാൻ പറ്റില്ലാന്ന്. എന്തൊക്കെയുണ്ട് ശിവാവിശേഷം? സുഖം തന്നെയല്ലേ? എന്താ തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോഴേക്കും തന്നെ ഇവിടെയും പരിപാടി. താനെന്ന് വന്നേ പറയട്ടെ. എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല, എനിക്കൊട്ട് കേൾക്കാനുമില്ല. ഹൈ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. തോനെന്ന് പാടൂ. അയ്യ, അത് വേണ്ടെന്ന്. എന്നെ വിളിച്ച് കണ്ണും പിടിയും കാട്ടാനാണ്, ഇരട്ടി പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന്. ശിവൻ, എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത്. ഒരു കോംപ്രമൈസേഷനും ഇല്ല. പണം കൈ കിട്ടുക, ഞാൻ അങ്ങോട്ട് പോവാ. അത് തന്നെ നീ കോംപ്രമൈസ് സ്റ്റേഷൻ. എന്നാ താൻ പോയത് തന്നെ. മേജർ സാർ കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. ഞാൻ കടന്നെന്ന കാശ ചോദിക്കണത്. ദാനത്തിനോ ധർമ്മത്തിനോ വന്നതിനടുത്ത് കൈ നീട്ടല്ല. ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി. മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ. ഈ അവസരത്തിൽ താമന്ന് പൊല്ലാപ്പുണ്ടാക്കാതെ. അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരുതരല്ലോടാ. കാറൂല, കാശൂല, ആളുടെ വിവരമില്ലാന്ന്. ശിവ, എന്റെ നാക്ക് ചീത്തേട്ടോ. തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തയാക്കാം. ചാക്കോച്ച, ഇതാ 10,000 രൂപയുണ്ട്. തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിലെത്താം. ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം. അല്ല സാർ, പണം ഞാൻ കൊടുത്തോളാം. സാറുകൾ തന്നേ. അവനങ്ങനെ പലതും പറയും, അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ? തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. എന്നോട് ചോദിച്ചില്ല. ഇഷ്ട ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്നാ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം. ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്ക് എന്തുട്ടാ ബുദ്ധിമുട്ട്? അടുത്ത തവണ ത്രേസ്യമയും പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്നാ. നമുക്കൊന്ന് ജോളിയാക്കാമല്ലോ. അല്ലേ ചേർത്തി? ഇവിടെ നിൽക്കാനൊരു ബാധ്യതയുണ്ടായി. മേജർ സാറിനോടൊരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. ആ, അപ്പൊ പോകണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ? എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതിരിക്കുന്ന എനിക്കിഷ്ടം. കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങുമല്ലോ. അങ്ങനെ എത്ര നാൾ? എവിടെയും മണിച്ചാവുന്നവർ. അത് പോരാ. ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി, അത് സൂയിസൈഡിലാ. അത് വേണ്ട. നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പറയൂ. എന്തു പറയാൻ? നമ്മൾ ഈ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. തിരിക്കണ്ടേ? എന്നോടൊന്നും പറയാനില്ല? ഒന്നും? ഹലോ, എന്താ തേനീച്ചക്കൂട് മുഴുവൻ ഇളകി വന്നിട്ടുണ്ടല്ലോ. ഇന്ന് അഞ്ചിന് ബർത്ത്ഡേ, അങ്ങളെ അറിയില്ലേ? എന്താ ഒരു കള്ളമുണ്ടല്ലോ, മിണ്ടരെന്ന് വാൺ ചെയ്യാൻ. അങ്കിളിനോട് പറയരുതെന്ന് പറഞ്ഞിരിക്കുക. ഒരു സർപ്രൈസ് ആവട്ടെന്ന് കരുതിയായിരിക്കും. ഓഹോ, എന്നിട്ട് എവിടെയാണ് ചേച്ചി? ചേച്ചിയും മേജർ അങ്കിളും ആന്റി ഷോപ്പിങ്ങിന് പോയിരിക്കാ. അത് ശരി, വാ. കറണ്ട് ഇല്ലേ? കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ലേറ്റ് ആയപ്പോ തിരിച്ചുപോയി കാണും. ആകെ ഇൻവൈറ്റ് ചെയ്ത അവരെയാ. ശിവനെ ആണെങ്കിൽ സർപ്രൈസ് ആവട്ടെ എന്ന് അറിയിച്ചില്ല. ഡോറ് തുറന്നു കിടക്കുക.
ഗ്രാൻഡ്, റിയലി ഗ്രാൻഡ്. ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഇത്ര ഗംഭീരായിട്ട് ഞാനിതുവരെ എന്റെ ഒറ്റ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിറന്നാളിന്റെ കാര്യം എന്നെ മാത്രം അറിയിച്ചില്ല. അതിന്റെ ഒരു സ്വീറ്റ് റിവെഞ്ചും കൂടിയാണത്. ഈശ്വര, ഒരുപാട് ജോലി എടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അതിനെ ഈ പിള്ളേർക്ക് നല്ല ഫീസ്റ്റ് കൊടുക്കണം, ഞങ്ങൾക്ക് രണ്ടാൾക്കും മദ്യം സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കിട്ടണം. എന്താ ശിവൻ? ഇന്നത്തെ ദിവസമല്ലേ, എല്ലാം എന്റെ ഇഷ്ടം പോലെ. ബിഫോർ ദാറ്റ് സംബഡി ഷുഡ് സിംഗ് എ സോങ്. നീ ആള് കൊള്ളാവല്ലോടാ. ആരാ പാടാൻ പോന്നെ? നീ എന്നെ? മേജർ അങ്കിൾ പാടണം. ആഹാ, ലിസൺ ലിസൺ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആളെ വിഷമത്തിലാക്കരുത്. പാട്ട് ശിവന്റെ ആവാം. എന്നാ നമുക്ക് നറുക്കെടുക്കാം. ആ, കറക്റ്റ്. ഭഗവാനെ, എന്റെ പേരും എഴുതിയിട്ടുണ്ടാവോ? ആ ദേ, രാധമ്മയ്ക്ക് നറുക്ക് കിട്ടിയാൽ ആരും പാടാൻ നിർബന്ധിക്കരുത്. നമുക്ക് ഒന്നുകൂടെ എടുക്കുകയായിരിക്കും നല്ലത്. കളിയാക്കണ്ട എന്നെ. ഒരിക്കൽ ഞാൻ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ പാടിയത് ഓർമ്മയുണ്ടോ? ആ അതെ, അത് പിന്നെ കുളത്തിൽ ആരും കുളിച്ചിട്ടില്ല. ആരെങ്കിലും ഒന്ന് നറുക്കെടുത്തേ. ആ, നീ എടുക്കടാ. ദാ ഇങ്ങനെ വന്നേ. അനിത. ഓക്കെ ഓക്കെ.